ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നായ അമേരിക്ക എങ്ങനെ ഇത്രയും വികസിതമായി സമ്പത്തിന്റെ ആ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തി എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ വിയർപ്പും ചോരയുമാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കാലുകുത്തിയിരുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ആ എല്ലിസ് ഐലൻഡിലാണ്. അപ്പോൾ അവിടെയായിരുന്നു ആദ്യത്തെ ഇമിഗ്രേഷൻ ഓഫീസ്. 1892 to 1924, പിന്നെ 1954 വരെ ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം നടന്നിരുന്നത് ആ എല്ലിസ് ഐലൻഡിലാണ്. പ്രതീക്ഷകളോടെ അമേരിക്കയിലേക്ക് വന്നിരുന്ന ഓരോരുത്തരും ആ എല്ലിസ് ഐലൻഡിലൂടെയാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലിസ് ഐലൻഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലിസ് ഐലൻഡിലേക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കുമുള്ള യാത്രയിലാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു യാത്രയിൽ മുഴുവൻ നമ്മുടെ ലിസ് കൂടെ ഉണ്ടാവും. ദ ഗേറ്റ് വേ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന എല്ലിസ് ഐലൻഡ് ഒരു കാലത്തെ എല്ലാ കുടിയേറ്റക്കാരും അമേരിക്കയിൽ വന്നിരുന്ന, അമേരിക്കയിലേക്ക് കാലുകുത്താൻ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു ഐലൻഡാണ് എല്ലിസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എല്ലിസ് ഐലൻഡിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ലേഡി ലിബർട്ടി, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കാണാൻ പോകും. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. പക്ഷെ എൻ്റെ പിന്നിൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്ക എപ്പോഴും ഒരു ലാൻഡ് ഓഫ് ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഗ്രീനറി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാമോ അത്രത്തോളം അമേരിക്കക്കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. പിന്നിൽ കാണുന്നത് കെട്ടിടങ്ങളാണെങ്കിൽ പോലും പ്രത്യേക സ്ഥലങ്ങളെ, പാർക്കുകൾ, അമേരിക്ക എത്രത്തോളം നാഷണൽ പാർക്കുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എത്രത്തോളം അത് കൺസേർവ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് സിറ്റി ഓഫ് ബിൽഡിങ്സ് എന്നാണ് എല്ലാ മലയാളികളും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനുപരിയായിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ എത്രത്തോളം ഗ്രീനറി, ഹരിതാഭ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെയുള്ള ആ ഒരു ഹരിതാഭയും പച്ചപ്പും ഒക്കെ ന്യൂയോർക്ക് സിറ്റിയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് സിറ്റി പ്ലാനിംഗ് ആണ് ന്യൂയോർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് കണ്ടു തന്നെ പോവാം. Liberty audio tour and a 45-minute audio tour of the Ellis Island Museum. അപ്പോൾ ഞാനും ലിസും ക്രൂയിസിൽ വന്ന് നിൽക്കുന്നത് ഇപ്പം എല്ലിസ് ഐലൻഡ് നാഷണൽ മ്യൂസിയം ഓഫ് ഇമിഗ്രേഷൻ്റെ മുന്നിലാണ്. 1892 മുതൽ 1924 വരെ ഇവിടെ വന്നിരുന്ന ഓരോ കുടിയേറ്റക്കാരനെയും സ്വീകരിച്ചിരുന്നത് ഈ എല്ലിസ് ഐലൻഡാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാൻ അമേരിക്കയിലേക്ക് വിമാനം കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ആശങ്കകളുണ്ടായിരുന്നു, ഒരു ഷോർട്ട് സ്റ്റേ ആയിരുന്നെങ്കിൽ പോലും. അപ്പോൾ ഈ രാജ്യത്തേക്ക് ഇതിൻ്റെ ഭാഗമാകാൻ, ഈ മണ്ണിൻ്റെ ഭാഗമാകാനും ഇവിടെ ജോലി ചെയ്യാനും അവരുടെ ജീവിതം ഇവിടെ കരുപ്പിടിപ്പിക്കാനും വേണ്ടി പല നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഓരോ കുടിയേറ്റക്കാരനും അവരുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ആശങ്കകൾ, അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങോട്ട് ഓരോ കുടിയേറ്റക്കാരനും കാലുകുത്തുന്നത്. അപ്പോൾ ആ കാലുകുത്തുന്ന ഓരോ കുടിയേറ്റക്കാരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇവിടെ വരുന്ന ഓരോരുത്തരും, നമുക്കറിയാം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ കുടിയേറ്റക്കാരാണ്. അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണെങ്കിലും ഏഷ്യ പസഫിക്കിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവരുടെ സ്വപ്നങ്ങൾ ഒരു സഞ്ചിയിൽ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് വരുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്വാഗതം ഓതുന്നു. ഈ കുടിയേറ്റക്കാരെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതും വളരെ രസകരമായ കാര്യമാണ്. അതായത് വളരെ സ്നേഹത്തോടു കൂടെ കരുതുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മ്യൂസിയം ഓഫ് ഇമിഗ്രേഷനിലേക്ക് പോകാം. മാത്രവുമല്ല, ഇവിടെ വരുന്ന ഓരോരുത്തരും എത്ര കെയർഫുള്ളായിട്ടാണ്. ഇപ്പം ഒരു ഭിന്നശേഷി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വീൽ ചെയർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ക്രൂയിസിൽ നിന്ന് തൊട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓഡിയോ എക്സ്പ്ലനേഷൻസ്, നരേഷൻസ് ഉണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഈ പനിനീർ പുഷ്പങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ മ്യൂസിയത്തിലേക്ക് നമുക്ക് പോവാം. ഞാൻ നിൽക്കുന്നത് എല്ലിസ് ഐലൻഡ് മ്യൂസിയത്തിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സ്വപ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ഇവിടെ വന്നിരുന്ന മനുഷ്യർ, അവർ കൊണ്ടുവന്നിരുന്ന പെട്ടികൾ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതെല്ലാം ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഇത് ഒരു എല്ലിസ് ഐലൻഡിലെ ഇമിഗ്രേഷൻ എങ്ങനെയായിരുന്നു നടന്നത്, അവർ വന്നിരുന്ന ആ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മിക്കവാറും വരുന്ന ഒരു 90% ഓഫ് ദ ഇമിഗ്രൻസും അവർ
സ്റ്റേ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ന്യൂയോർക്കാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ പറയുന്നത് 1861 ഓഗസ്റ്റ് 17 വന്ന ഒരു ഷിപ്പിൽ ആ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസേഴ്സ് ഓരോ യാത്രക്കാരനെയും ഇങ്ങോട്ട് ഇറക്കി വിടുന്നതിന് മുമ്പ് അവരുടെ പേര്, അവരുടെ വയസ്സ്, അവർ ഏത് ലിംഗത്തിൽപ്പെട്ടവരാണ്, അതേപോലെ തന്നെ അവർക്ക് അസുഖങ്ങൾ വല്ലതുമുണ്ടോ, പിന്നെ ജനന മരണ ലിസ്റ്റ്. കാരണം ഈ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ അല്ലെങ്കിൽ കാലുകുത്താനിടയാവണമെന്നില്ല. ഈ ഒരു യാത്രക്കിടയിൽ തന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂല ഘടകങ്ങളും ഒക്കെ കാരണം ജീവൻ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ ആ ദിവസം ഓഗസ്റ്റ് 17, 1861 വന്ന ആൾക്കാരുടെ പേര് അതിമനോഹരമായ കൈപ്പടയിൽ എഴുതി വെച്ച ആ കസ്റ്റംസ് ഓഫീസറുടെ ഒരു പട്ടികയാണ് ഈ ബോക്സിൽ കാണുന്നത്. ഇതുപോലെ നിരവധിയായ ബോക്സുകളുണ്ട്. നമ്മളിവിടെ നടക്കുമ്പോൾ നമുക്ക് ഓഡിയോ കേൾക്കാം. അതായത് ശബ്ദത്തിലൂടെയുള്ള ഈ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രം, അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം, ഇതൊക്കെ ഇവിടെ അറിയാം. അപ്പോൾ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തിരുന്ന ഈ രാജ്യം പലപ്പോഴും അവർക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നിങ്ങൾ കൊള്ളക്കാരിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നവരിൽ നിന്നും ഒക്കെ നിങ്ങളെ തന്നെ സംരക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ എത്രത്തോളം ഈ രാജ്യം കുടിയേറ്റക്കാരെ കെയർ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ പറയുന്ന കുടിയേറ്റക്കാർ ഒരിക്കൽ ഈ ജനതയെ അടക്കി ഭരിക്കുമോ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബംഗാൾ, ബീഹാർ, ഒഡീഷയിൽ നിന്നൊക്കെ ഒരുപാട് കുടിയേറ്റക്കാർ വരുന്ന സമയമാണ്. നമുക്കും ചില ആശങ്കകളുണ്ട് അത്തരത്തിൽ. അതേപോലെ തന്നെ ഒരു കാലത്ത് അമേരിക്കയിലും അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനക്കാരെ കാലിഫോർണിയയിൽ കൊണ്ടുവരരുത് എന്നുള്ള മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഇത്തരം ആശങ്കകൾ, അത്തരം അവർക്കെതിരായ പെരുമാറ്റങ്ങളൊക്കെ അവസാനം ഒഴിവായി കുടിയേറ്റക്കാരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന, ഏറ്റവും കരുതലോടെ അവരെ ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്ന ഒരു രാജ്യമായി മാറാൻ അമേരിക്കയ്ക്കായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിലും ട്രംപിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുടനീളം നമ്മൾ കേട്ട ഒരു വാക്കാണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും അമേരിക്കൻസ് കുടിയേറ്റ ജനതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അമേരിക്കയെ മറന്നുപോയോ എന്നൊരു ആശങ്ക കൊണ്ടാവാം ട്രംപ് അങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്ക ഫസ്റ്റ്. സോ ഹിയർ അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാർ അവരോട് പറയുന്ന ചില ഇൻസ്ട്രക്ഷനാണ്. ഫസ്റ്റ് ലേൺ ഇംഗ്ലീഷ്, അറ്റൻഡ് നൈറ്റ് സ്കൂൾ, ബിക്കം എ സിറ്റിസൺ. അതിനുശേഷം ഇറ്റ് മീൻസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ബെറ്റർ ഹോം ഇൻ അമേരിക്ക. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ആദ്യം ഇംഗ്ലീഷ് പഠിക്കുക, നൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്യുക, ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് അവരെ തന്നെ സ്വാംശീകരിക്കുക, അതിനുശേഷം ഒരു പൗരനായി മാറുക. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒക്കെ ഒരാളിനെ എങ്ങനെ അമേരിക്കക്കാരനാക്കി മാറ്റാം എന്നുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറക്കുന്നു, പുതിയ വീട് ഇവിടെ ലഭിക്കുന്നു, പുതിയ ജോലി, പുതിയ അവസരങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി വളർത്താനുള്ളൊരു സാഹചര്യം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇവിടെ നമുക്ക് കാണാം. ആദ്യകാലത്ത് വന്ന ഇമിഗ്രൻസിന് ഏത് രീതിയിലാണ് ഇപ്പോൾ ഓരോരുത്തരുടെയും പേരിൽ ഓരോ സർട്ടിഫിക്കറ്റ്സ്. അന്ന് ഇവിടെ വരുന്നവർക്കുള്ള ഒരു ചൂണ്ടുപലക, ഒരു അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയാം. ടു എൻജോയ് അമേരിക്കൻ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് ഒരു ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ, മനോഹരമായ ഒരു സ്ഥലം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, മനസ്സമാധാനം, എല്ലാത്തിലും ധാരാളിത്തം, അതേപോലെ തന്നെ നല്ല ജോലി, നല്ല ആരോഗ്യ സംരക്ഷണം. അതിന് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വപ്നം അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ബിക്കം ആൻ അമേരിക്കൻ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ചൂണ്ടുപലകയാണ്. അപ്പം അന്ന് കുടിയേറ്റക്കാരെ എത്രത്തോളം സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു പരസ്യ മോഡലിലുള്ള കാര്യമാണ്. ബാക്കി ഇവിടെ കാണുന്നതൊക്കെ ഈ സിറ്റിസൺഷിപ്പ്, എയർലി സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓരോരുത്തർക്കും അമേരിക്കൻ പൗരത്വം നൽകിയിരുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. That tour begins in this room. A second tour is for the exhibition Journeys, the Peopling of America. അമേരിക്കയിൽ ഉടനീളം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഹൈ പ്രൊഫഷണലിസം. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രൊഫഷണലായി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഈ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ കുടിയേറ്റക്കാർ വരുമ്പോൾ അവരെയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹാളിലേക്ക് കൊണ്ടുവരും. 1900 മുതൽ 1924 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ വന്ന കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് അവരുടെ രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു ഹാളാണിത്. അപ്പോൾ ഈ ഹാളിലേക്ക് എല്ലാ കുടിയേറ്റക്കാരെയും കൊണ്ടുവരുന്നു. ദിവസേന ഒരു 5000 വരെ കുടിയേറ്റക്കാർ ഇവിടെ വന്നുവെന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ US പബ്ലിക് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ചെയ്തിരുന്ന വലിയൊരു സേവനം, ഈ വരുന്ന കുടിയേറ്റക്കാർ ഓരോ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. അത് ഈ പറയുന്ന അന്ന് കാലത്തുണ്ടായിരുന്ന ട്രാക്കോമ എന്ന് പറയുന്ന ഐ ഇൻഫെക്ഷൻ മുതൽ വെരിക്കോസ്
വെരിക്കോസ് വെയിൻ തുടങ്ങിയ എല്ലാ രോഗങ്ങളും ഉണ്ടാകും. ഇവിടെ ആ സമയത്ത് ഏകദേശം 1910 15ഓളം ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ അമേരിക്കൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് അസംബിൾ ചെയ്യുകയും അവരെയൊക്കെ ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. എന്നിട്ട് രസകരമായ കാര്യം, അവരുടെ ഈ കോട്ടിൽ ചോക്ക് കൊണ്ട് ഏത് തരത്തിലുള്ള ഇൽനെസ് ആണ് അവർ കണ്ടെത്തുന്നത് അത് മാർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരാൾ ഒരു ലെയിമാണ്, മുടന്തനാണെങ്കിൽ L എന്ന് ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യും. കണ്ണിന് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ I എന്നുള്ളതിന് E എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ആ ചെല്ലുന്ന ആൾ എവിടേക്കാണോ അവർ ചെല്ലുന്നത് ആ ഈ പ്രത്യേക തരം അസുഖം അവർക്കുണ്ടെന്ന് മനസ്സിലാകും. മാത്രവുമല്ല, ഒരു മെറ്റേണിറ്റി വാർഡ് മുതൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, മാനസികമായ പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസെയിൻ അസൈലം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളെയും ഇവർ കൈകാര്യം ചെയ്തിരുന്നത്, US ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം ഈ വരുന്ന കുടിയേറ്റക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ അവരിവിടെ വരുമ്പോൾ അവർ ഇവിടെയുള്ള പൗരന്മാർക്ക് ഈ രോഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ എത്രത്തോളം ജാഗ്രത പാലിച്ചിരുന്നു. 1910-11 വർഷങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും മുൻപ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരത്രയും തന്നെ ജാഗ്രത പാലിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഓരോ കാര്യങ്ങളിലും പ്ലാനിങ്ങിൻ്റെ ഒരു വ്യക്തമായ രൂപരേഖ നമുക്ക് അമേരിക്കൻ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അമേരിക്ക ഒരു വികസിത രാജ്യമാക്കുന്നതിൽ ഈ പ്ലാനിങ് അതേപോലെ തന്നെ പ്രൊഫഷണലിസം ഇത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.